ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. ബട്ടർ ചിക്കൻ പാർസലാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് സാധാരണ പോലെ സവാള കാര്യങ്ങളൊന്നും വഴറ്റി ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ പാർസലിന് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞെടുത്തിട്ട് ഞാൻ 1/2 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലില്ലാതെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊരു 2 ടീസ്പൂൺ കോൺഫ്ലോറാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എരിവുള്ളതും പിന്നെ 1 ടീസ്പൂൺ കശ്മീരിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെന്തോ വീഡിയോ മിസ്സായതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസാല പിടിച്ച് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അടുത്തത് തന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് അളവിൽ ബട്ടർ ഉണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ബട്ടർ. അപ്പോൾ ഇതാ ബട്ടർ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ പീസസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിന് ഈ ബട്ടറിൽ കിടന്നിട്ട് നല്ലപോലെ ഫ്രൈ ആയി വരണം കേട്ടോ. എങ്കിലേ ആ ഒരു ബട്ടർ ചിക്കൻ പാർസലിന് കറക്റ്റ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഒട്ടും തന്നെ ബട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ വെളിച്ചെണ്ണ എന്തായാലും എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിനി മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കണ്ടില്ല, അത്യാവശ്യം മൊത്തത്തിൽ ഞാൻ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ മൊത്തത്തിലായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെൽട്ടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ ബട്ടറിൽ കിടത്തിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് നല്ലൊരു മണം വരുന്നവരെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 വലിയ സൈസ് തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടൊമാറ്റോ പ്യൂരി ആക്കി എടുക്കുമല്ലോ അതുപോലെ. അത് നിർബന്ധമായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ട് ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ചങ്ങ് വന്നതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ കശ്മീരാണ് ചേർത്തില്ല, നല്ല ഭംഗിയുള്ള കളർ ഉണ്ടാവുമല്ലോ നമ്മുടെ മസാലയ്ക്ക്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു മസാലയിലും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇത്രയും ടൈമായിട്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ചിക്കനിൽ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 പിഞ്ച് ഉപ്പ് കേട്ടോ. ഒരുപാടൊന്നും ആയിപ്പോണ്ട്, കാരണം ചിക്കനിൽ അത്യാവശ്യം ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക ഒന്നുകൂടി. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ല അത് മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നമ്മുടെ ആ ഒരു പ്യൂരിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ മസാല ഏതാണ്ട് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് മെയിനായിട്ട് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം ബട്ടർ ചിക്കനിലേക്ക്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് ചേർക്കുക കേട്ടോ. അതിപ്പോൾ കറക്റ്റ് അളവ് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ചിക്കൻ്റെ ഒക്കെ അളവിനനുസരിച്ച് വ്യത്യാസം വരും. നല്ല ക്രീമി ആയിട്ട് കിട്ടണം, അത്ര തന്നെ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് എന്നിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ട, നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടണം. ഇത്രയും ചേർത്തതിന് ശേഷം ലാസ്റ്റ് ഇനി ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഞാൻ ഇതുപോലെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് ഉടച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക, ഒന്ന് പൊടിച്ചിട്ട്, എങ്കിലേ ആ ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പരിപാടിയുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പച്ചവെള്ളമാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്തിട്ടുണ്ട്.
പിന്നെ പാൽ ഒട്ടുന്നതിന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 1.5 കപ്പ് അളവിൽ വെള്ളം എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിത് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തു കൊടുക്കുന്നത്. മൈദ നിർബന്ധമായിട്ട് എടുക്കണേ. ഒട്ടും തന്നെ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ മാത്രം ഗോതമ്പ് പൊടി എടുത്താൽ മതിയേ. പിന്നെ പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മുടെ മാവ് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ നമ്മുടെ മാവിന് വേണ്ടത്. ഓവർ ലൂസ് ആവാനും പാടില്ല, ഓവർ ടൈറ്റ് ആവാനും പാടില്ല. അതുപോലെ തന്നെ അഥവാ നമ്മളിപ്പോൾ ഓരോ പൊടിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരല്പം വെള്ളമോ പാലോ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതടുത്തത് ചൂടായ പാനിലേക്ക് കുറച്ച് മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് അങ്ങ് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നേര് ദോശയായിട്ട് നമ്മൾ ദോശ റോളിനൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ നേര് ദോശയായിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. സെയിം ആ ഒരു രീതി തന്നെ. അപ്പോൾ ഇതാ നമ്മുടെ ദോശ കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡൊക്കെ കണ്ടില്ല, മൊത്തത്തിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് പതുക്കി ഇതുപോലെ ഒന്ന് എടുത്തു കൊടുക്കട്ടെ, കൈ പൊള്ളാതെ ശ്രദ്ധിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഇത് ബോർഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് ബട്ടർ ചിക്കൻ മസാലയില്ലേ, എന്നിട്ട് 2-3 സ്പൂണായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് മസാല വേണോ അതിനനുസരിച്ച് ഇതുപോലെ നടുവെയാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൊസറല്ല ചീസില്ല നമ്മൾ പിസയ്ക്ക് ചേർക്കുന്നത്, അത് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേനു. അപ്പോൾ അതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വെക്കട്ടെ, അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും ഉണ്ടെങ്കിൽ. പിന്നെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും, ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ആ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് പാർസൽ പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ആദ്യം മടക്കുക, പിന്നെ ഓപ്പോസിറ്റ് സൈഡ്, അതുപോലെ 2 ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ ചിക്കൻ പാർസൽ റെഡി ആയി കേട്ടോ ഒരെണ്ണം. ഇനിയിപ്പോൾ ചീസൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ ചിക്കൻ പാർസൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക, ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ ദോശ ചുട്ടിട്ടുള്ള സെയിം പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1-2 സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്താണോ ഇഷ്ടമുള്ളത്, നെയ്യോ ഏതായാലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്നങ്ങ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാർസൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ചൂടായിട്ട് കിട്ടണം, ആ ചീസൊന്നും മെൽട്ടായിട്ട് കിട്ടണം, അത്രേ പരിപാടിയുള്ളൂ. ദോശയൊക്കെ അത്യാവശ്യം വരുന്നത് തന്നെ, അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ഒന്നിങ്ങനെ ചെയ്തതിന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ ചിക്കൻ പാർസൽ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, അങ്ങനെ ഒരുപാട് പണിയൊന്നുമില്ല, സിമ്പിൾ മസാലയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കുന്ന ടൈമിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ അയച്ചുതരാം. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ വലിഞ്ഞ് കാണാനും നല്ല ഭംഗി, അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്